ചങ്ങായിമാർ ഇന്നലെ തൊട്ട് നമ്മളെ കർമ്മ ന്യൂസും സംഘികളൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത എത്ര പേര് കേട്ടെന്ന് എനിക്കറിയില്ല. ആ വാർത്ത ഇതായിരുന്നു: യു പിയിലെ മദ്രസകളിലുണ്ടല്ല, അവിടെ പാകിസ്ഥാൻ നിർമ്മിതമായ ഫാനുകൾ കണ്ടുപിടിച്ച് അതുകൊണ്ട് ഇന്ത്യയിലെ മൊത്തം മദ്രസകളുണ്ടല്ല അതൊക്കെ നിരോധിക്കണം എന്നാണ് കർമ്മ ന്യൂസും സംഘികളും പറയുന്നത്. എന്തായാലും നമുക്കുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ഈ കോമഡി വാർത്തയെ ബന്ധപ്പെട്ട് നമ്മളെ കർമ്മ ന്യൂസ് പറയുന്ന പച്ച വർഗീയത ഉണ്ടല്ല, ആ പച്ച വർഗീയത എന്താന്ന് കേട്ടിട്ട് വരാം. ഈ സംഭവമുണ്ടല്ല സംഘികൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്കുണ്ടല്ല കർമ്മയുടെ കോമഡി വാർത്തയുണ്ടല്ല, ഈ കോമഡി വാർത്ത ഒന്ന് കേട്ടിട്ട് വരാം. രാജ്യത്തെ മദ്രസകളിൽ ഉടൻ ദേശീയ അന്വേഷണ ഏജൻസി ഒരു റെയ്ഡ് നടത്തണം. ഇല്ലെങ്കിൽ സംഭവിക്കുക മറ്റൊന്നായിരിക്കും. എത്രയും പെട്ടെന്ന് കേരളമടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മദ്രസകളിൽ ഒരു റെയ്ഡ് നടത്തേണ്ടത് അനിവാര്യമാണ്. കാരണം പാകിസ്ഥാനിൽ നിന്നും യു പിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ എത്തും എന്നുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയതോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് നടപ്പിലാക്കാൻ മോദി സർക്കാർ തന്നെ ഒരു നീക്കം നടത്തിയത്. അത് നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രത തന്നെ എന്നേക്കുമായി തകർന്ന് തരിപ്പണമാകുമായിരുന്നു. നിലവിൽ ഉത്തർപ്രദേശിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നൊരു സംശയമുണ്ട്. എന്താണ് സംഭവം എന്നാൽ ഉത്തർപ്രദേശിലെ മദ്രസയിൽ നിന്നുമാണ് പാകിസ്ഥാനിൽ നിന്നുമുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരം ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉത്തർപ്രദേശിലെ കുശിനഗർ ജില്ലയിലെ ഒരു മദ്രസയിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് അടയാളപ്പെടുത്തിയ ഒരു ഫാൻ കണ്ടെത്തിയത് പ്രാദേശികമായി വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. മദ്രസയിലെ പുരോഹിതൻ ഫാൻ നന്നാക്കാൻ ഒരു കടയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത്. ബിഷൻപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജംഗിൾ ബുഷൻപുരയിൽ സ്ഥിതി ചെയ്യുന്ന മദ്രസ ഖദിറിയ ഹക്കിഖത്തുർ ഉലുമയിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ഫാൻ നന്നാക്കാൻ എടുത്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. ഒരു ഫാനിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന വാക്കുകളും അതോടൊപ്പം തന്നെ എഴുതിയിട്ടുണ്ട്. കൂടാതെ മെയ്ഡ് ഇൻ പാകിസ്ഥാനും അല്ലാതെ ആ ഫാന്റെ മറ്റു ഭാഗത്ത് പാകിസ്ഥാൻ എന്ന വാക്കുകളും എഴുതിയതും വിദേശ അടയാളങ്ങളായ അൽ അഹമ്മദ് ഉള്ളതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നാട്ടുകാർ വലിയ രീതിയിൽ ഒരു ആശങ്കയായത്. ആർക്കാശങ്ക? ഒരാൾക്കും ആശങ്കയില്ല. ആശങ്ക ആർക്കാന്നറിയാം? നമ്മളെ കർമ്മ ന്യൂസിനും സംഖ്യക്കൊണ്ടില്ല, ഇവർക്ക് മാത്രമാണ് ആശങ്ക. ഇനിയുണ്ടല്ല പാകിസ്ഥാനിന്ന് കള്ളനോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ നോട്ട് നിരോധിച്ചില്ലേ, അതുപോലെ പാകിസ്ഥാനിന്ന് ഫേന് വരുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ നാട്ടിലെ ഫേന് മൊത്തം സംഖ്യകൾ നിരോധിക്കുന്ന എനിക്ക് തോന്നുന്നത്. നമ്മളെ സംഖ്യയുടെ ബുദ്ധിന്റെ കടുപ്പം വെച്ചിട്ട് അതൊക്കെ ഉണ്ടല്ല, അതൊക്കെ എന്തായാലും സംഭവിക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചാണക സംഖ്യകളെ ആ മദ്രസകൾക്ക് ഉണ്ടല്ല ഭീകരവാദമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ഫേൻ ഉണ്ടല്ല, ആ കംപ്ലൈന്റ് ആയ ഫേനി അവർ പുറത്ത് നന്നാക്കാൻ കൊടുക്കുക. ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചട്ടെ. ലോകത്തുള്ള ഭീകരവാദികൾ മൊത്തമില്ല നിങ്ങളുടെ സംഖ്യകളെ പോലെ, ചാണക സംഖ്യകളെ പോലെ തീരെ ബുദ്ധിയും വിവരം ഇല്ലാത്തവരുതാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതാ മദ്രസയിലെ ആൾക്കാർ തന്നെയല്ലേ നന്നാക്കാൻ കൊടുത്തത്, അല്ലാതെ നിങ്ങൾ ചാണക സംഖ്യകൾ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് നന്നാക്കാൻ കൊണ്ട് കൊടുത്തില്ലല്ലോ. എന്നാലും ഭീകരവാദികളൊക്കെ മന്ദബുദ്ധികളാന്ന് ചിന്തിക്കുന്ന ഈ സംഖ്യ പൊട്ടന്മാരുണ്ടല്ല, ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചേക്കട്ടെ. പിന്നെ അതിന്റെ ഇടക്കുണ്ടല്ല നമ്മളെ കർമ്മ ന്യൂസ് ഭയങ്കരമായ ഒരു തള്ളു കടത്തുന്നുണ്ട്. അതായത് നോട്ട് നിരോധനം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം ഉണ്ടായിരുന്നു. എന്ത് ഗുണമാണ്, എന്ത് ഉണ്ടം വരെയാണ് ഇവിടെ സാധാരണക്കാരൻ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ഇന്ത്യയിലെ സാധാരണക്കാരനുണ്ടല്ല നോട്ട് നിരോധനം കൊണ്ടുണ്ടല്ല ഉപദ്രവം മാത്രമേ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളെ സംഖ്യയിലുണ്ടല്ല അത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റി പടച്ച തമ്പുരാനെ കൊണ്ടുപോലും പറ്റൂല. അതായത് നോട്ട് നിരോധനം കൊണ്ടുണ്ടല്ല ഒരു ഭീകരവാദിക്കും ഒരു തീവ്രവാദിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. സാധാരണക്കാരുണ്ടല്ല നമ്മളെപ്പോലത്തെ സാധാരണക്കാരനാണ് അതിനെ കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുണ്ടായത്. ഇനി നമുക്കുണ്ടല്ല ഈ ഫാൻ ഉണ്ടല്ല ആ മദ്രസയിൽ എങ്ങനെ വന്നേന്ന് ഈ കർമ്മ ന്യൂസ് ഉണ്ടല്ല ഈ സംഖ്യകൾ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് സത്യാവസ്ഥയുണ്ടല്ല ഈ സംഖ്യ കൃത്യമായിട്ട് അറിയാം. എന്നാലുണ്ടല്ല അതിന്റെ ഇടക്കടല്ല കുത്തിത്തിരിപ്പും വൃത്തികേടും പറഞ്ഞിട്ട് വർഗീയത ഉണ്ടാക്കണം. അത് മാത്രമാണ് ഈ നാലുകളുടെ ചിന്ത. എന്താണ് നമുക്കുണ്ടല്ല കർമ്മ ന്യൂസിന്റെ അടുത്ത കുറച്ച് ചൊറിച്ചിലുണ്ട്, ആ ചൊറിച്ചിലും കൂടി കേട്ടിട്ട് വരാം. പാകിസ്ഥാനിൽ നിന്ന് എഴുതിയ ഈ ഫാൻ എങ്ങനെയാണ് മദ്രസയിൽ എത്തിയതെന്ന് ആളുകൾ ആശ്ചര്യപ്പെടുകയാണ്. ഇതിപ്പോൾ പോലീസ് അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ ഒരു അന്വേഷണം നടക്കുകയാണ്. യു പിയിലുള്ള പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അടക്കം ഒരു അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാൻ സംഭാവന ചെയ്ത ഷംസുദ്ദീൻ പറയുന്നത് തന്റെ മകൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യയിൽ നിന്ന് ഫാൻ കൊറിയർ ചെയ്തിരുന്നു. പക്ഷേ അന്നു മുതൽ അദ്ദേഹം അത് സൂക്ഷിച്ചു വെക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 2023 അദ്ദേഹം മദ്രസയ്ക്ക് ഫാൻ സംഭാവന ചെയ്തു. മദ്രസ അംഗങ്ങൾ ഫാൻ പുറത്തെടുത്ത് സർവീസിനായി ഒരു കടയിലേക്ക് അയച്ചപ്പോൾ അത് പാകിസ്ഥാനിൽ നിർമ്മിച്ചതാണെന്ന് അവർ കണ്ടെത്തുന്നു. ആ ഫാനിന്റെ പുറംഭാഗത്ത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മദ്രസയിലെ പുരോഹിതൻ 2 ഫാനുകൾ ഒരു മോട്ടോറും നന്നാക്കാൻ കൊണ്ടുവന്നതായി ഫാൻ മെക്കാനിക് പറയുന്നുണ്ട്. എന്നാൽ ഒരു ഫാനിൽ പാകിസ്ഥാനിൽ നിർമ്മിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരുന്നുവെന്നും മെക്കാനിക് കൂട്ടിച്ചേർത്തു. മദ്രസയിൽ ഫാനുകൾ പോലും പാകിസ്ഥാൻ നിർമ്മിതമാണ് എങ്കിൽ മദ്രസയിലെ ഗോഡൌണുകളിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളും ബോംബുകളും ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. യു പിയിലെ വലിയ രീതിയിലൊരു കലാപം അതായത് തെരഞ്ഞെടുപ്പ് സമയങ്ങൾ നടത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ഈ ഫാൻ എത്തണമെങ്കിൽ മദ്രസയിൽ മൊത്തത്തിലൊന്ന് അരിച്ചു പറിക്കാൽ ചിലപ്പോൾ ആയുധങ്ങൾ ബോംബുകൾ ചിലപ്പോൾ തീവ്രവാദ റിക്രൂട്ട്മെന്റ് തന്നെ അവിടെ നടക്കുന്നുണ്ട് എന്നൊരു സംശയത്തിലേക്കും കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തന്നെ അതാണ് കാര്യങ്ങൾ എത്തുന്നല്ല, നിങ്ങൾ ചാണക സംഖ്യയിലുണ്ടല്ല കാര്യങ്ങൾ അവിടെ എത്തിക്കും എന്ന് പറ. ഈ സംഭവം എവിടെ എത്തിക്കണമെന്ന് നിങ്ങൾ ചാണക സംഖ്യ കൃത്യമായിട്ട് അറിയണം. അതായത് മദ്രസകളിൽ തീവ്രവാദം പഠിപ്പിക്കുന്നത്, മദ്രസകളിൽ മൊത്തം ഉണ്ടല്ല ബോംബ് നിർമ്മാണമാണ്. അത് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മൊത്തം ഉണ്ടല്ല തീവ്രവാദികളാണ്. ആ സംഭവത്തിലാണ് നിങ്ങൾക്ക് ഈ സംഭവത്തിനെ കൊണ്ടുവന്ന് എത്തിക്കേണ്ടത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. എന്റെ ചാണക സംഖ്യകൾ ഈ സംഭവത്തിനോട് നിങ്ങൾ കാലാകാലങ്ങളെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ
എന്താന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. നീ തന്നെ ഈ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ മകനുണ്ടല്ലോ സൗദി അറേബ്യന്ന് അയാൾക്ക് അയച്ചു കൊടുത്തതാണ് ഈ ഫാൻ എന്ന്. എന്നിട്ട് അദ്ദേഹം ഉണ്ടല്ലോ ആ ഫാൻ ഉണ്ടല്ലോ ആ മദ്രസക്ക് സ്പോൺസർ ചെയ്ത് ഇത് കൃത്യമായിട്ട് നീ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴല്ലോ വിദേശ രാജ്യങ്ങളുണ്ടല്ലോ നമ്മളെ നാട്ടിലേക്ക് ഏതൊക്കെ രാജ്യങ്ങളിലെ സാധനങ്ങളുണ്ടല്ലോ ഓരോരോ ആൾക്കാർ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്റെയും നിന്റെയൊക്കെ വീട്ടിലുണ്ടല്ലോ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ എത്ര സാധനം ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ചൈനന്റെ ചാരമറാകുമോ? എന്തിനു നീ ചാനൽ നടന്നില്ലേ? ഈ ചാനൽ നടത്താൻ വേണ്ടി നീ ഏതൊക്കെ രാജ്യത്തിന്റെ ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? അപ്പൊ നീയൊക്കെ ആ രാജ്യത്തിന്റെ മൊത്തം ചാരന്മാർന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നു കർമ്മ ന്യൂസിലുണ്ടല്ല ചൈനന്റെ ഉപകരണം ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് കർമ്മ ന്യൂസ് ഉണ്ടല്ല ചൈന ചാരനാണെന്ന് ഞാൻ പറയുന്നു. അപ്പൊ ഉള്ളതാണോ? ഈ സംഭവങ്ങളൊക്കെ പോട്ടെ, പാകിസ്ഥാന്റെ ചാരന്മാരാണെന്നും പാകിസ്ഥാനോട് ചാരപ്രവർത്തനം നടത്തുന്നവരാണെന്നും ഈ അടുത്ത കാലത്ത് വന്ന വാർത്തകളില്ലേ, ആ വാർത്തകളിൽ പിടിക്കപ്പെട്ട പ്രതികളില്ലേ, ആ സംഘങ്ങൾ നോക്കി മാത്രം അറിയൂ. അതായത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്ന ടീമാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. ഒരു മദ്രസയിൽ നിന്ന് പാകിസ്ഥാന്റെ പേരുള്ള ഒരു ഫാന് കിട്ടുമ്പോഴേക്ക് രാജ്യത്തെ മൊത്തം മദ്രസകളിൽ പാകിസ്ഥാന്റെ ഫാനാണ്, പാകിസ്ഥാന്റെ ബോംബാണ്, അതുകൊണ്ട് മദ്രസകൾ മൊത്തം നിരോധിക്കണം എന്നൊക്കെ പറയണമെങ്കിൽ നിന്റെയൊക്കെ തലയിൽ എത്രമാത്രം ചാണകവും എത്രമാത്രം വർഗീയതാണ് കേറി കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് നീയൊക്കെ ഇത്തരം വാർത്തകൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി ഒന്നുമില്ലെങ്കിൽ മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ നീയൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴല്ല പാകിസ്ഥാൻ ഉണ്ടല്ല ഇത്രയും ഈസി ആയിട്ട് ഫാനിന്റെ ഉള്ളിൽ തീവ്രവാദം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾ ആഭ്യന്തരമന്ത്രി ഇല്ലേ, രാജ്യം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി എന്തുണ്ട പൊരിക്കാണ് അവിടെ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ സംഖ്യകളെ നിങ്ങളുണ്ടല്ലോ ഈ കുറ്റം പറയുന്നതും അവമാനിക്കുന്നതും നിങ്ങളെ സംഖ്യകളെ തന്നെ ആഭ്യന്തരമന്ത്രി തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും നിങ്ങൾക്ക് ഇല്ലാന്നറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇനി എന്താണല്ലോ പാകിസ്ഥാൻ നിർമ്മിതമായ ഒരു ഫാന് കണ്ടോണ്ട് ഇനി ഇന്ത്യയിലെ മൊത്തം ഫാനോടില്ല, ഇന്ത്യയിലെ മൊത്തം ഫാന് നിരോധിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും ഇടക്കിടക്ക് ഇമാതിരി കോമഡി വാർത്ത കേൾക്കണമെങ്കിൽ ഒന്നെങ്കിൽ വിസർജനം അല്ലെങ്കിൽ കർമ്മ, ഈ രണ്ട് ചാനലുമില്ലെങ്കിൽ നമ്മളെങ്ങനെ ഇമാതിരി കോമഡി വാർത്ത കേൾക്കും? അപ്പോഴെന്തായാലും മലയാളികളെ ഇടക്കിടക്ക് ഇങ്ങനെ കുടുകുടാ ചിരിപ്പിക്കാൻ വേണ്ടി ഇമാതിരി കോമഡി വാർത്തയിൽ എഴുതാം കർമ്മ ന്യൂസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.